ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നു. അവിടത്തേക്ക് സേവനം ചെയ്യാൻ ഒരാളും ഇല്ല. ഈ സമയത്ത് മദീനയിൽ താമസമാക്കിയതിനു ശേഷം അനസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മകനാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അനസ്. അവരുടെ കൈപിടിച്ചുകൊണ്ട്, ചെറിയ കുട്ടിയാണ് അനസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അബൂ തൽഹ വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെയും കൂട്ടി എന്റെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എന്റെ പിതാവ് അബൂ തൽഹ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അനസൻ ഗുലാമുൻ കയ്യിസുൻ ഫൽയഖ്ദിമുക. അനസ് ബുദ്ധിയുള്ള മനുഷ്യനാണ്, അവിടത്തേക്ക് സേവനം ചെയ്യാൻ അവിടുന്ന് അനസിനെ നിർത്തിക്കൂടെ? അങ്ങനെ അനസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ സേവകനായി നിർത്തി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദംതുഹു ഫിസ് സഫരി വൽ ഹദർ. 10 വർഷത്തോളം യാത്രയിലും നാട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവകനായി ഞാൻ കഴിച്ചുകൂട്ടി. മാ ഖാല ലി ഷൈഇൻ സനഅതു ലിമ സനഅത ഹാദാ ഹക്കദാ. ഞാൻ ആ വർഷത്തിനിടക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എന്തിനു വേണ്ടി നീ ഇത് ചെയ്തു എന്ന് നബി തങ്ങൾ എന്നെ ആക്ഷേപിച്ചു പറഞ്ഞിട്ടില്ല. വലാ ലി ഷൈഇൻ ലം അസ്നഉഹു ലിമ ലം തസ്ന ഹാദാ ഹക്കദാ. ഞാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ എന്തിനു വേണ്ടി ഇതിനെ ചെയ്യാതിരുന്നു, നീ ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അവിടുന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. അത്രയും സ്വഭാവ മഹിമയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സേവകനോട്. പൊതുവെ എപ്പോഴും നടക്കുന്നവരാണ് സേവകന്മാർ. പലപ്പോഴും സേവകന്മാരുടെ പ്രവൃത്തിയിലായിരിക്കും യജമാനന്മാര് അല്ലെങ്കിൽ മഖ്ദൂമുമാരുടെ ശ്രദ്ധ. അവർക്ക് നിന്നും പിഴച്ചു വന്നാൽ, എന്തെങ്കിലും പിഴവ് കണ്ടാൽ വേഗം ദേഷ്യം പിടിച്ചു പോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനത് ചെയ്തു എന്നോ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ, ഞാൻ ചെയ്ത കാര്യത്തിനോ ചെയ്യാത്ത കാര്യത്തിനോ എന്നെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് സ്വഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ വസായ 3-ാം വാള്യം 195-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ഇത്തിബാഅ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.